വെൽക്കം. ഇന്ന് കാണിക്കുന്നത് വീട്ടിലുണ്ടായ ചാമ്പ വെറൈറ്റികളാണ്. ഉമ്മർ ചാമ്പ, ഹൈറേഞ്ച് ഫ്ലോറ ചാമ്പ, തായ്ലൻഡ് ചാമ്പ. ഈ 3 ചാമ്പുകളും ഇപ്പോൾ കായ്ച്ചിട്ടുണ്ട്. ഇതാണ് ഉമ്മർ ചാമ്പ. നിറയെ കായകളും പൂവുകളും ഉണ്ട്. നല്ല വലിപ്പമുള്ള ചാമ്പയാണിത്. കവർ ഇട്ട സൂക്ഷിച്ചില്ലെങ്കിൽ ചെടികളും ഉറുമ്പും എല്ലാം അറ്റാക്ക് ചെയ്യും. ഇതാണ് ഹൈറേഞ്ച് ഫ്ലോറ ചാമ്പ. കാണാൻ ഏകദേശം ഉമ്മർ പോലെയുണ്ടെങ്കിലും അതിന്റെ ഷേപ്പിൽ അല്പം മാറ്റം തോന്നുന്നു. രുചി ഏകദേശം ഒരുപോലെ തന്നെ എനിക്ക് അനുഭവപ്പെടുന്നു. ഇതിലും നിറയെ കായ്കളും പൂവുകളും ഉണ്ട്. ഇനി മറ്റൊരു വെറൈറ്റി ആണ് ഈ പ്രൂണിംഗ് പോട്ടിൽ കുഴിച്ചിട്ട ഈ തായ്ലാൻഡ് വെറൈറ്റി. തായ്ലാൻഡ് ചാമ്പയും എനിക്ക് കാണാൻ ഉമ്മർ ചാമ്പ് പോലെ തന്നെ തോന്നുന്നു. രുചിയിലും വലിയ വ്യത്യാസം ഒന്നും അനുഭവപ്പെടുന്നില്ല. നേഴ്സറികളിൽ നിന്ന് പല പേരിലും പല വിലയിലും നാം വാങ്ങുന്നത് ഒന്ന് തന്നെയാണോ എന്നായിരുന്നു എന്റെ സംശയം. ഇപ്പോഴും എനിക്ക് അത് ക്ലിയർ ആയിട്ടില്ല. ചിലപ്പോൾ തോന്നും രുചിയിൽ മാറ്റമുണ്ടെന്ന്. ഏതായാലും 3ഉം ഒരുമിച്ച് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കാർക്കെങ്കിലും ഇതേക്കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ എല്ലാ ചാമ്പയിലും ഉള്ള ഒരു കാര്യം ഉറുമ്പിന്റെയും പുഴുക്കളുടെയും ശല്യമാണ്. മാക്സിമം ചാമ്പകൾ നനയാതെ നോക്കണം. കായ ആവുന്ന ടൈമിൽ മരത്തിന്റെ ചുവട്ടിൽ ചാരം നിരത്തി ഇട്ടുകൊടുക്കുക. പുക കൊടുക്കുക. ഒരു പരിധിവരെ പുരുഷല്യം പരിഹരിക്കാം. നാടൻ ചാമ്പാറുകളും ഇവിടെയുണ്ട്. അതിൽ പുളി മധുരം ആണല്ലോ ഉള്ളത്. അതും ഈ പൊരിവെയിലിൽ വളരെ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.